ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഗോവയിൽ വന്നിട്ട് ഒരു 3-4 ദിവസം ആദ്യം തന്നെ പോയത് നോർത്ത് ഗോവയിലോട്ടായിരുന്നു കേട്ടോ. അവിടെയാണ് അറമ്പോൾ ബീച്ചൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ചാണ് അറമ്പോൾ ബീച്ച്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മൾ നോർത്ത് ഗോവയിലെ വിശേഷങ്ങളും കാഴ്ചകളും ബീച്ചുകളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം കേട്ടോ. അങ്ങനെ നോർത്ത് ഗോവയിൽ സ്റ്റേ ചെയ്ത് അതിരാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനി സൗത്ത് ഗോവയിലേക്ക് പോവാണ് കേട്ടോ. നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് സുവാരിപ്പാലം. അത് നമ്മുടെ പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗോവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പഞ്ചിം സിറ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഞ്ചിം സിറ്റിയൊക്കെ കണ്ട് പനാജിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് വേണം സൗത്ത് ഗോവയിലേക്ക് നമ്മുടെ കാലങ്കോട്ട് ബീച്ച്, ബഗ ബീച്ച് ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിലേക്കൂടെ കയറിയാണ് ആദ്യം വന്നത്. അപ്പൊ രാത്രിത്തെ ഒരു വ്യൂ കണ്ട് ഈ സുവാരിപ്പാലത്തിന്റെ എന്റെ പൊന്നോ, ശരിക്കും ഞെട്ടിപ്പോവാൻ കേട്ടാ. ഇത് രസമാണെന്നറിയാം, പക്ഷെ അവിടെയെങ്കിലും വണ്ടി നിർത്താനേ പറ്റത്തില്ലായിരുന്നു. അപ്പം അവിടെ സുവാരി നദിയുണ്ട് ഈ പാലത്തിന്റെ അടി. ആ നദിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. രാത്രിയാകുമ്പോൾ സെറ്റപ്പാണ്. പകല് തന്നെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ ഇതിലെ കൂടെ പോകുമ്പോ. അപ്പൊ രാത്രിത്തെ അവസ്ഥയൊന്ന് നോക്കിയാൽ നിറയെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ആയിട്ട് അപ്പം ഈ പനാജി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇപ്പം നോർത്തിലോട്ടാണേലും സൗത്തിലോട്ടാണേലും ഈ പനാജി പാലം കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. അങ്ങനെ പണ്ട് നമ്മൾ വരുമ്പോ ഇത്ര സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു ഈ പാലം. ഇപ്പം പുതിയ പാലം പണിതേക്കുവാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാവാ. നമ്മള് റോപ്പ് പാലവും അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ പാലത്തിന്റെ പേരാണ് സുവാരിപ്പാലം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ എന്ത് രസമാണെന്ന്. രാത്രി ഇവിടുത്തെ സെറ്റപ്പ് ഇതൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് മൊത്തം ലൈറ്റാണ്, പല കളറിലെ ലൈറ്റ് എന്താ. ഈ പാലത്തിന്റെ മുകളിൽ കൂടെ നമ്മൾ പോകുമ്പോ താഴോട്ടൊന്നും അറിയാതെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നും ഒരു രക്ഷയില്ല. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല കേട്ടാ. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ തോന്നത്തേ ഇല്ല. അപ്പം രാത്രി ഒന്നും വരണം, അപ്പോഴേ ഇതിൻ്റെ അകത്ത് എന്തോരം ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ പാലത്തിന്റെ അവിടുന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണെടുക്കാനേ തോന്നത്തില്ല. അവിടാണ് സുവാരി നദി. അവിടെ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്, ഈ സുവാരി പാലം. ഈ പനാജിയിലാണ് കൂടുതലും നമ്മുടെ കാസിനോ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ബോട്ടിലൊക്കെ ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഈ സുവാരി പാലത്തിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ചെന്ന് പോയാലോ? അങ്ങനെ നിങ്ങള് അറമ്പോൾ ബീച്ചിൽ നിന്ന് നമ്മൾ കാലങ്കോട്ട് ബഗ ബീച്ച് ആ ഭാഗത്ത് വന്നേക്കുവാണ്. ഇപ്പൊ നിൽക്കുന്നത് കാലങ്കോട്ട് ബീച്ചിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു ആന്റിയുടെ ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആന്റി ഞങ്ങൾക്ക് സ്റ്റൗ തരും. നമുക്ക് ഇവിടെ തന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ ഫിഷ് വാങ്ങിക്കും, എല്ലാം കുക്ക് ചെയ്ത് ഇവിടെ തന്നെ ആയിരുന്നു. പിന്നീട് ഞങ്ങള് പിന്നെ കുറച്ച് ആന്റി പിന്നീടുണ്ടായി. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മള് ആന്റി അങ്ങനെ മോളിൽ പണിതിട്ടില്ല. ആന്റിയുടെ വീട് തൊട്ടപ്പുറത്താ. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നീട് വന്നപ്പോ മോളിലൊക്കെ പണിത് ഞങ്ങളെ കൊണ്ട് കാണിച്ചു. അപ്പൊ റൂമൊന്നും ഇല്ലായിരുന്നു, നമ്മളങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ഇതിലേ വന്നപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് ആന്റിയുടെ അവിടെ ഒന്ന് കയറാം, ആന്റി ഒന്ന് കണ്ടിട്ട് പോവാൻ കയറാന്ന് പറഞ്ഞപ്പം അങ്ങനെ കേറി വന്നിട്ട് അങ്കിള് വാതിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്കിള് അന്നൊക്കെ ഇച്ചിരി സുഖമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. വയ്യാതിരിക്കുന്ന ഇച്ചിരി പ്രായമായിട്ടുള്ള. ആന്റി നല്ല സ്ട്രോങ്ങും നല്ല സ്മാർട്ടാണ്, എല്ലാം നോക്കിയാണ്
നടത്തുന്ന ആന്റിയാണ്. ആന്റിക്ക് ഒറ്റ മോളേ ഉള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ആന്റി ഓക്കെ, നല്ലൊരു ആന്റി ആയിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് അങ്കിൾ അവിടെ വാദിക്കിരുന്നപ്പോ ചോദിച്ചു അറിയാന്ന് ചോദിച്ചപ്പോ അങ്കിൾ ഇത്ര പ്രായം ഓർക്കുന്നില്ല, ആന്റി എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ അകത്തോട്ടൊന്ന് പോകുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ മോള് ഇറങ്ങി വന്നു. അപ്പൊ ആന്റി പെട്ടെന്ന് പറഞ്ഞ ആന്റി മരിച്ചു പോകുന്നു. അപ്പൊ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്കാണ് ടെൻഷൻ കൊണ്ടോ ഇപ്പോഴും ഇതേ ഇത് കണ്ട എന്റെ കുളിര് പോലെ വരെ. എനിക്കത് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഒരു മനുഷ്യരുടെ കാര്യം ഇത്രയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കുന്ന വിഷയമാണ്. എന്ത് കാരണം നല്ല പൈസയാണ്, ഒറ്റ മോളോട് ഒരുപാട് സ്വത്തുണ്ട്. എങ്കിലും അവര് എന്തെങ്കിലും ഒരു 100 രൂപ കൂടുതൽ ഉണ്ടാക്കാനും നോക്കുന്നത്. അത്രയ്ക്ക് ഹാർഡ് വർക്കായിരുന്നു. പക്ഷെ ആദ്യ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മൊത്തം ബ്ലോക്കായി പോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോ ഈ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ഒന്നുമില്ല. അതിനു മുമ്പ് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പെയിൻ വന്നോ, കുഴച്ചിൽ ഒന്നും വന്നില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ആന്റി ഇപ്പൊ ഫോട്ടോ എന്നെ കാണിച്ചപ്പോ കുറച്ച് വണ്ണം വെച്ചിരിപ്പുണ്ട് നേരത്തെ കാട്ടി. അപ്പൊ നിങ്ങളെല്ലാരും ശ്രദ്ധിക്കുക. ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും പേടിയായി. ഇപ്പൊ നമുക്ക് ആർക്കും സംഭവിക്കാം. അപ്പൊ നമ്മൾ സൈലന്റ് അറ്റാക്ക് ഒക്കെ വരാം. അപ്പൊ നമ്മൾ നമ്മുടെ ഫുഡും നമ്മുടെ ബോഡിയൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, അതനുസരിച്ചുള്ള ഫുഡ് കഴിക്കുക. ആ മോള് പറഞ്ഞത് ആന്റി അതുപോലത്തെ ഫുഡുകളാണ് കഴിക്കുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞു ഭയങ്കര ബ്ലോ. അപ്പൊ അതിൽ പിന്നെ മോളും മക്കളും ഒന്നും ഒന്നും കഴിക്കത്തുമില്ല. അവർക്കും പേടിയായിട്ട് അവരതൊക്കെ ഉപേക്ഷിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാരും ഇതൊരു പാടാ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ട് ചെറുപ്പക്കാരിയായിട്ട് ഇരുന്ന ആന്റി ഒരു നിമിഷം നമ്മൾ വരുമ്പോ ഇല്ലെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഞെട്ടിപ്പോ. നാളെ ആന്റിയുടെ ബിൽഡിങ്ങും വീടും ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ വന്ന് സംസാരിക്കും. ഇത് കേട്ടപ്പോ ഭയങ്കര അങ്ങനെ നമ്മള് റൂം ഉണ്ടാന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ അറിയുന്നതായിരുന്നു ആന്റിയുടെ വരുമോന്. അപ്പൊ ആന്റിയുടെ വരുമോൻ നമ്മൾ ഓർക്കുന്നുണ്ട്. മോളന്നേരം ഇവിടെ അല്ലായിരുന്നു, അധികം കണ്ടിട്ടില്ല. അങ്ങനെ നമ്മള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുക്ക് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് 2 ദിവസത്തേക്ക് റൂം എടുത്ത്. ഈ റൂം ഒന്ന് നോക്കി 1200 റൂം AC-യുടെ. സീസൺ ടൈമില് കാലങ്കോട്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റൂം കിട്ടത്തില്ല. ബീച്ചിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ നമുക്ക് ഇവിടെ തന്നെ എല്ലാ സൗകര്യവും ഇവിടെ കുറെ റൂമുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റൗ ഒക്കെ വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് ശരിക്കും നല്ല ഡിസ്കൗണ്ടിൽ അവർ തന്നത് കേട്ടോ. ഇവിടം വരെ ഇത്രയേ ഉള്ളൂ. എത്ര പേർക്ക് വന്നാലും നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് വന്നാൽ എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതിലാണ്. നല്ല സ്നേഹമുള്ളവും നല്ല മക്കള് നല്ല ഒരു ഇതാണ് ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ഗോവൻസ് ആയതുകൊണ്ട് പറയുമല്ല, നമ്മളെ മലയാളികളെ കാട്ടി എത്രയോ നല്ലതാണെന്ന് നോക്കി. നമ്മള് 1-2 പ്രാവശ്യമോ അല്ലെങ്കിൽ കുറെ നാൾക്ക് മുമ്പ് നമ്മൾ അവരെ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു ഇതുണ്ടായാലും അവരെ നമ്മൾ അറിയാനുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കുക. നമുക്ക് വേറെ ഒന്നും തന്നില്ലേ, ഒരു നല്ല വാക്ക് കേട്ടാൽ തന്നെ മതി. അങ്ങനെ ചിലർ കേട്ടാ. അപ്പൊ നമ്മളും ചിലർക്ക് മറ്റുള്ളവർക്കൊക്കെ സ്വാതന്ത്ര്യമാകുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ സംസാരിക്കുക, നല്ലോണം ചിരിക്കുക. ഇതാണ് നമ്മുടെ അറബോൾ ബീച്ച്. കല്ലങ്കോട്ട് ബീച്ചില് നമ്മുടെ അടുത്ത നമ്മുടെ ഹോം സ്റ്റേയിലാണ്. എന്തായാലും നാളെ ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കും. നാളെ നമ്മൾ അടിച്ചു പൊളിക്കും. ഇവിടെ ഫിഷ് മാർക്കറ്റിൽ പോകും. എപ്പോഴും കൊഞ്ചെന്ന് പറയുന്നത് എന്ത് കള്ളത്തരം കള്ള. ഞാൻ അന്നേരം നാളെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നമ്മള് ഇവിടെ നല്ല കമ്മട്ടി കണ്ടില്ലേ, അത് നല്ല കിട്ടി. ഇപ്പൊ അറിയത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ടില്ല, അതിന് മുമ്പേ ഉണ്ട്. നമ്മളല്ല ഇവിടുന്ന് ആവോലിയൊക്കെ വലിയ വലിയ ആവോലി നല്ല ലാഭത്തിൽ കിട്ടുവേ. നമുക്ക് വില പേശി എടുക്കാം. അതുകൂടാതെ നമുക്ക് ടൈഗർ പ്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമൊക്കെ കുറഞ്ഞ റേറ്റ് കിട്ടും. ഇപ്പൊ മീനിന്റെ എങ്ങനെയാന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ വരുമ്പോ അങ്ങനെയാണ്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, നിങ്ങൾ വേണേ കുക്ക് ചെയ്തോ എന്നൊക്കെ നമ്മൾ പറയാം. അത് കേട്ടാ നമുക്ക് ഒന്നും കൂടെ സന്തോഷം. അവർക്ക് വീഡിയോ എടുക്കാൻ മാത്രം ചെന്ന് കഴിഞ്ഞാൽ ഒരു ദേഷ്യം പോലെ. മീനൊക്കെ മേടിക്കാൻ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമുക്ക് കഴിവതും ഇവിടുത്തെ വീഡിയോ എല്ലാം കാണിച്ച് ഇവിടുത്തെ നമ്മുടെ കാഴ്ചകളും എല്ലാം കാണിക്കാൻ പറ്റും. അപ്പം വൈകുന്നേരം ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. എപ്പോഴും ലൈക്ക് ഷെയറും. പിന്നെ വേറൊരു കാര്യം മാത്രം, അതൊന്നും ചെയ്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെങ്കിലും കാണണേ. പൊന്നു മക്കളെ, ചക്കരകളെ, എല്ലാരും സന്തോഷായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. അപ്പൊ തസ്മീർ എനിക്ക് ചായ ഇട്ട് തരാൻ പോവാണ് കേട്ടോ.
ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെയാണ്. അപ്പം നമ്മളിത് നമ്മുടെ പുതിയ സ്റ്റൗവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു സ്റ്റൗവാണിത് കേട്ടോ. നോക്കിയേ, കണ്ട കുഞ്ഞ് സ്റ്റൗ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൂടാതെ കുഞ്ഞ് ഗ്യാസ് കുറ്റി. അപ്പം നമ്മളിത് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്റ്റൗ വെച്ചിട്ട് തസ്മീർ ആദ്യമായിട്ട് ചായ ഇടുവാണ് ഇതിൽ. എന്നിട്ട് എനിക്കാണ് ഈ ചായ തരാൻ പോകുന്നത് കേട്ടോ. നോക്കാം തസ്മീറിൻ്റെ കൈപ്പുണ്ണി ഇതിലെങ്കിലും. അങ്ങനെ അതെ ഈ സ്റ്റൗ ഇങ്ങനെ കത്തുന്നതെന്ന് നിങ്ങളെ നോക്കി കണ്ടാ? അടിപൊളി. ഇത്രയും കുഞ്ഞ് ഗ്യാസ് കുറ്റി കണ്ടിട്ടുണ്ടോ? ഇത്രയും കുഞ്ഞ് സ്റ്റൗ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പാചകം ചിലതൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകണം, ഫിഷ് മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം എല്ലായിടത്തുനിന്നും കിട്ടത്തില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് പറ്റുന്ന രീതിയിൽ കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ തസ്മീർ ചായ ഇടുവാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ ചായ ഇട്ടില്ലെങ്കിലും നമ്മുടെ ഗോവയിലെങ്കിലും വന്ന് ചായ ഇട്ടിട്ടുണ്ട്. ഞാൻ ബബ്ലൂസിന് ചായ, പുട്ടോ, മാങ്ങയോ, തേങ്ങയോ, ബബ്ലൂസ് എന്ത് പറയുന്നതെല്ലാം ചെയ്തു. അതാണ് ഉർമീസ്. മടിയം മല ചുമക്കുന്ന കേട്ടിട്ടുണ്ടാ? തസ്മീറിന്റെ നിന്ന് ചായ മനുഷ്യന് വായു വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും. എന്താണെന്നറിയാമോ? ഭയങ്കര കടുപ്പത്തിലായിരുന്നു. എനിക്ക് അങ്ങനത്തെ അത്രയും കടുപ്പമുള്ള ചായ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ടീ ബാഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ തസ്മീർ വെള്ളത്തിൻ്റെ അകത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടേരി, സ്പൂണും എടുത്തിട്ട്. അതാകുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചിട്ട് ടീ ബാഗ് ഇട്ടാൽ പോരെ. മാറിയിടല്ലേ. അങ്ങനെ നമ്മുടെ ചായ പരിപാടികളാണ് നടക്കുന്നത്. 2-3 സ്പൂണൊക്കെ ഇട്ടോ, കുറച്ചുകൂടെ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ചായയാണ് കേട്ടോ ഈ സ്റ്റൗവില. ആദ്യത്തെ ചായയാണ്. എന്ത് രസമാണെന്ന് നോക്കി കത്തുന്നതാണ്. എൻ്റെ പൊന്നെ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. ഇത് ആവശ്യമുള്ളവരെ വാങ്ങിക്കുക കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്രദം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചായയുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഇനി ചായ റെഡിയാകട്ടെ. എന്റെ പൊന്നെ, നിങ്ങൾ ഇതിലെ നോക്കിയേ എന്ത് കടുപ്പ് വന്ന്. അയ്യോ, അങ്ങനെ നമ്മൾ ഗോവയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മുടെ പുതിയ സ്റ്റൗവിലിട്ട ചായയാണ് കേട്ടോ. ഗോവയിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കുടിക്കാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. എങ്ങനെയുണ്ട് തസ്മീർ? അടിപൊളി ചായ അല്ലേ? അടിപൊളിയെന്ന് കടുപ്പുള്ളതുകൊണ്ടാണ് അടിപൊളി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളിവിടെ വരുമ്പോൾ ഇവർ സ്റ്റൗവും ഗ്യാസ് കുറ്റിയൊക്കെ തരുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങിച്ചാണ്. നമുക്ക് റോഡരികിലെ ടെൻ്റ് അടിച്ചിട്ട് ഇതുപോലെ ചെയ്യാന്ന്. എന്തൊരു ഇത് കാണുമ്പോൾ തന്നെ അതിശയം വരുമായിരിക്കും. എന്തായാലും കൊള്ളാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങള് തസ്മീർ ഇട്ടുന്നത് ഞങ്ങളല്ല, ഞാൻ കുടിച്ച്. ബബ്ലൂസിന് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് കട്ടൻ ചായ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ പറയുന്നത്? മോള് കൊണ്ടുവന്ന ടീ ആണ്ട് നല്ലതായിരുന്നു. പിന്നെ നമ്മള് ഇവിടെ നമ്മുടെ ആന്റിയുടെ വീട്ടില് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നമ്മള് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗോവയിൽ വന്നിട്ട് സ്വന്തം വീട് പോലെ ഒരു വീട് കിട്ടാനും മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ എന്ത് രസം. നമ്മള് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്നു, മീൻ വാങ്ങിച്ചോണ്ട് വരുന്നു, നമ്മള് സ്വന്തം കുക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ എന്തേ ആന്റിയുടെ വീട്, നമ്മള് താമസിക്കുന്ന ആന്റിയുടെ വീടൊന്ന് കണ്ടേ? നമ്മള് പറഞ്ഞ ആന്റി അതൊന്ന് കണ്ടു നോക്കിയത്. നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് കേട്ടോ ആന്റി. ഇതാണ് നമ്മുടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ കിച്ചൺ ഉൾപ്പെടെ തരും. അപ്പം നല്ല വിശ്വസിച്ച് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്ന് നമ്മുടെ വീട് പോലെ നമുക്ക് താമസിക്കാൻ പറ്റും. കണ്ടാ, പണ്ട് നമ്മൾ താമസിച്ച റൂം തന്നെയാണ് ഇപ്പം മുകളിലോട്ടൊക്കെ പണിത്. അപ്പൊ ആന്റിയുടെ ഒക്കെ വീട് അതാണ്. തിരിഞ്ഞ് കാണിച്ചു കൊടുത്തേ. ഇതാണ് കല്ലങ്കോട്ട് സെൻട്രൽ. ഇവിടുന്ന് 4 സൈഡിലേക്കും പോവാം. നമ്മളിപ്പം പോകുന്നത് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്.
ഇത് നേരെ പോയി കഴിഞ്ഞാൽ നേരെ ബഗാനിൽ പോവാം കേട്ടോ. ഇത് നേരെ ബഗാ ബീച്ച്, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാലങ്കോട്ട് ബീച്ച്. അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും. ഇതില് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മപ്സ, അങ്ങോട്ട് പിന്നെ ഓൾഡ് ഗോവ. ഇപ്പൊ നമ്മള് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ ഫിഷ് മാർക്കറ്റ്. അതുവഴി നമുക്ക് എങ്ങോട്ടും പോവാം, ഇങ്ങോട്ട് വേണേലും പോവാം. ഇത് ഗോവക്കാരുടെ സാധാ ആൾക്കാരുടെ ജീവിതം കേട്ടാ. പാവങ്ങള് ഇവിടെ കൂടുതൽ ക്യാഷ് ആണ് കിട്ടുന്നത്. അണ്ടിപ്പരിപ്പിന്റെ ഒരു കലവറ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി അണ്ടിപ്പരിപ്പ് കിട്ടും. അതാണ് ഇവിടെ വന്നുള്ള ഒരു പ്രത്യേകത. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, അതായത് വേൾഡിലേക്ക് വെച്ച് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി. ടൗൺ അല്ലേ? ഇത് കല്ലങ്കോട്ട് ടൗൺ. നോക്കിയാ കാണുന്നുണ്ടോ? എങ്ങനെ രാജ്യത്ത് നിന്നൊക്കെ ഇവിടെയാണ് ആൾക്കാർ വരുന്നത് അടിച്ചു പൊളിക്കാൻ വേണ്ടി. എല്ലാരും അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇവിടെയാണ് വരുന്നത്. ടിറ്റോസ് ലൈനും പബ്ബും ഒക്കെ ഉള്ള ഒരു ഏരിയ ഇത് തന്നെയാണ്. ബഗാ ബീച്ചിനോട് ചേർന്ന് അറമ്പോൾ ബീച്ച്, അറമ്പോളല്ലേ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്. ഇവിടെ ഫുള്ള് ലിക്കർ ഷോപ്പുകളാണ്. ഇതുണ്ടോ? എല്ലാ വീട്ടിലും കാണും. അവർക്ക് 3 മാസത്തേക്ക് ലൈസൻസ് കൊടുക്കും. അപ്പം അതുകൂടാതെ ഇവിടെ നോക്കിയാൽ അതും ക്യാഷിനറ്റും ഇതും മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഗോവക്കാരെക്കാട്ടി കൂടുതൽ പുറത്തുനിന്ന് വരുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. ബബ്ലൂസിന് ഓർമ്മയുണ്ടായി വന്നതൊക്കെ സ്ഥലമൊക്കെ നേരത്തെ മനസ്സിലാവുന്നുണ്ടോ? കാണാപ്പാടമാട്ടാ. എനിക്ക് പിന്നെ ഇവിടെ എപ്പോഴും വരുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇവിടെ. ഈ മാർക്കറ്റിലും ഇവിടുത്തെ ഇതിനൊക്കെ അറിയാം. ഈ അറമ്പോളല്ലേ അറമ്പോൾ എന്ന് വാങ്ങിക്കുന്നത്. കാലങ്കോട്ട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തനിയെ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് തനിയാണ് ഇവിടെ പാർക്കിംഗ് ആണ് വിഷയം കേട്ടോ. തനിയെ പോകും. ഇവിടെ വിശ്വസിക്കാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അറമ്പോൾ ബീച്ചിലൊക്കെ എനിക്ക് പേടിയുണ്ട്. ഇവിടെ പേടിയില്ല കേട്ടാ. കൂടുതലും സാധാ ആൾക്കാരും ഉണ്ട്, അല്ലാതെ തിരക്കാ. ഇവിടുത്തെ മീൻ മാർക്കറ്റിലൊക്കെ ഫോക്കൊക്കെ ഇട്ടാണ് മീൻ കച്ചവടം ചെയ്യുന്നത്. അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ, ചേച്ചിമാരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെ ഇവരുടെ ഡ്രസ് രീതിയൊക്കെ അങ്ങനെയാണ്. അമ്മച്ചിമാര് വരെ ഫ്രോക്കിട്ട് നടക്കും. ഓരോ നാട്ടിലും ഓരോ ഇതാണല്ലോ. കേരളത്തിലെ സെറ്റ് സാരി ബ്ലൗസ് കേരളത്തിൽ. അതുപോലെ ഇവിടെയാണെങ്കിൽ ഓരോ നമ്മുടെ സംസ്ഥാനത്തിന് ഓരോ വസ്ത്രധാരണ രീതിയുണ്ട്, ഒരു കൾച്ചർ. പിടിച്ചോ സമ്മതിക്കുവാനൊന്നും അറിയത്തില്ല കേട്ടാ. ഇതാണ് നമ്മുടെ കാലങ്കോട്ട് ഫിഷ് മാർക്കറ്റ്. മീൻ മേടിച്ചാൽ കുഴപ്പമില്ല, എന്നാലും നോക്കാം. ചിലപ്പോ ചെറിയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സഹിക്കണം. ആളില്ല, ഫിഷ് ഇല്ല. എന്റെ ബബ്ലൂസിന് സ്വാഗതം. അറമ്പോൾ പിന്നെ കല്ലങ്കോട്ട് ഫിഷ് മാർക്കറ്റ് അല്ലേ? ഓ നല്ല ഫ്രഷ് ഇത് കണ്ട അതൊക്കെ വെക്ക് കേട്ടാ. എത്രയാന്നൊക്കെ ചോദിച്ചു പൊളിച്ചൊക്കെ തരും ചെമ്മീൻ. നല്ല ഫ്രഷ്, ഇത്രയും ഫ്രഷ് മീൻ എവിടെയെങ്കിലും കിട്ടുമോ? ക്യാമറ നേരെ പിടി. പിടിച്ചോ? ചുമ്മാ വളച്ചുമ്പോ പിടിച്ചൊക്കെ പിടിക്കും. 700 डिस्काउंट करके कैसे देते? घूम के आएगा. ओके थैंक यू. നല്ലോണം പിടിക്കുക. ഇവിടെ ഇരിപ്പുണ്ട് നല്ല പച്ച കാണിച്ചുണ്ട്. മീൻ കാണിച്ചു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറക്കാട് 1200 അത്.
ഭയങ്കര വേണ്ട അത് വാ വാ ബബ്ലൂസേ ഈ ആവലുണ്ട് ഇതല്ല മാച്ചാനുണ്ട് ശരിയായിട്ട് പിടിക്കും ബബ്ലൂസേ ഞാൻ എത്ര പ്രാവശ്യം അതും പിടിക്കത്തില്ല. ആൻഡ് 700 1 kg അച്ഛാ ഫ്രഷ് ആണല്ലോ. ഇത് പ്രശ്നമാണ് എത്ര പറയുന്ന 700 രൂപ ആ അത് മേടിക്കാം. कम से कुछ करेगा ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരും? തിരിച്ചു വരുമ്പോ മേടിക്കാൻ कितने के देते लास्ट कितने के വില പേശി എടുക്കാം. Last വില പേശി price. എടുക്കാൻ പറ്റും. കണ്ടോ നല്ല ഫ്രഷ് നെമ്മീനൊക്കെ कितने के देते लास्ट हाँ दोनों ഇത് നമ്മളന്ന് എറണാകുളത്ത് നിന്ന് ഈ പൊക്കി പിടിച്ചോണ്ട് ഷോർട്ട് ചെയ്ത മീനില്ല അതല്ല അതല്ല അതാ 6 1 kg पूरा ഇത് മൊത്തം 600 അവറാണ് 500 രൂപയ്ക്ക് കൊടുക്കുമായിരിക്കാം. ആ, കൊടുക്കും. 500 പറഞ്ഞാലും ഇതല്ല हाँ जी एक पीस कितने 300 300 रൂപ के हाँ प्रॉन्स कितने के देते हैं हाँ? ये पूरा 500 നോക്കാതെ 250 മറ്റേത് 500 പോയിട്ട് വരാം. ദേ ഇത് കണ്ട കമ്പേക്ക് ആൻറ്റി ദേ ദേ ഇത് നമ്മളെ നാടൻ കൊക്ക കേട്ടോ ഇത് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതല്ലേ ഫോം ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതല്ലേ എല്ലാവരും കാണാ ആവോലി. അല്ലേ ഇത് നല്ല പച്ചയാ. മുമ്പൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോ 700 500 രൂപയ്ക്ക് പോലെ ഇതൊക്കെ മേടിച്ചോണ്ടിരുന്ന കേട്ടാ. ഇത് അതുപോലെ ഇതിന് ഇപ്പൊ അതിനെക്കാട്ടി വില കൂടി. ഇപ്പൊ നമ്മുടെ നാട്ടിലും വിലയാണല്ലേ. കറക്കി കാണിച്ചു ഫുൾ മാർക്കറ്റ് ആണ് കേട്ടോ എല്ലാ ആന്റിമാരാണ് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ആന്റിമാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാരും വരും ഫോൺ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ ഇന്ന് മീൻ കുറവാണ്. ഇത്രയൊന്നും അല്ല മീൻ സാധാരണ കാണുന്നത്. ഇതുണ്ടാ ഇത് നല്ല ഫ്രഷ് ഇതൊക്കെ എടുക്കും. എത്രയാണ് आंटी है कितने 1 kg कम से कुछ करे 1000 लास्ट അവിടെയും 1000 പറഞ്ഞത്. ഇതിനെക്കാട്ടി വലുതാണല്ലോ മീൻ കഴിച്ചു പിടിക്കാതാ നേരത്തെ വെക്കല്ലേ. किंग फिश कितने का देते हैं 1 kg नहीं टोटल फुल पीस 800 rupees അബൂസ ഇത് പച്ചമീനാ അത് നമുക്ക് മാറ്റാൻ മേടിക്കാല്ലോ. നല്ല മീൻ ഇത് മാറ്റാൻ 800 രൂപ തരാന്ന് പറഞ്ഞു പച്ചമീന് ഇതൊരു അവിടെ ഇതിനെക്കാട്ടി വലുതിരിപ്പുണ്ട്. ഇത് ഇപ്പൊ മേടിച്ചിട്ട് 800 രൂപ തരുന്നു ഇതിന്റെ അവിടെ മാറ്റാനിരിപ്പുണ്ട്. മാറ്റാനല്ല അമ്മച്ചി എനിക്ക് ഇത് കിങ് ഫിഷ് അല്ലേ അതിനെക്കാട്ടി വലുത് അവിടെ ഇരിപ്പുണ്ട്. വലുതാ നോക്കാം ഇതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഇത് പുഴമീനാണെന്ന് തോന്നുന്നത്. അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അല്ല ഇത് ഇതിന്റെ വില ഇറക്കി ദേ ഇത്. kg कितनी में 600 അല്ലേ 600 500 രൂപയ്ക്ക് കൊടുക്കും. 500 രൂപ ഇങ്ങനല്ലേ അങ്ങനെ നമ്മൾ ദേ എടുത്ത് കാണിച്ചേ. എത്ര രൂപയ്ക്ക് 600 എത്ര രൂപയ്ക്ക് മേടിച്ചത് 700 രൂപയ്ക്ക് വലിയൊരു വറ്റത് നോക്കിയേ. അത് നിവർത്തി കാണിച്ച സ്പേർ എടുത്ത് പിടിച്ച് എടുത്ത് കാണിയിട്ട് പുറത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ ഈ ഒരു വറ്റ 700 രൂപയ്ക്ക്? എത്ര കിലോ ആണ്? എനിക്കൊന്ന് 2 കിലോ ഒന്നും അല്ല. ഇവിടെ പെട്ടി തരും എന്താ 2.5 കിലോയുടെ ഒരു ബറ്റ എന്റെ ബബ്ലൂസിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ബബ്ലൂസ് പേര് എനിക്കാണെങ്കിലും കഴിക്കുന്നവരാണെന്ന് അറിയാം. ഇതൊരിക്കലും എങ്ങനെ കിട്ടത്തില്ല. ഇത്രയും ഐസ് പോലും ഇടാത്ത ഇപ്പൊ പിടിച്ച മീനാണ് ഇത്രയും അങ്ങനെ കിട്ടും. രൂപയ്ക്ക്. അപ്പം ഇവിടെ കൊടുത്താൽ നമുക്ക് വെട്ടിത്തരും. അപ്പം വെട്ടി തന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. എന്താ മീൻ കച്ചവടം കുറെ പേരൊക്കെ മീൻ തീർന്നു. ഇനിയിപ്പോ നമുക്ക് വെട്ടാൻ കൊണ്ട് കൊടുക്കാം. എവിടെയാണ് വെട്ടാൻ കൊടുക്കുന്നത്? ഫിഷ് കട്ട് ചെയ്യുന്നത് ഇവിടാണ്. ഫിഷ് കട്ടി എവിടെ? ഇവിടെ മീൻ വെട്ടിത്തരും കേട്ടോ.
മീൻ വെട്ടുന്നുണ്ടോ? നമ്മുടെ മീൻ അവിടെ കൊണ്ട് കൊടുക്കുവോ വെട്ടാൻ വേണ്ടി? മീൻ എത്രയാണോ ചോദിച്ചാ? എത്രയാണ്? അങ്ങനെ നമ്മൾ മീനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മുടെ മീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കട്ട് ചെയ്ത് കൊണ്ടുപോകണം, കാരണം നമുക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. അങ്ങനെ അടിപൊളിയായിട്ട് മീൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഗോവയിലെ അച്ഛന്റെ മീൻ വെട്ടല്? അടിപൊളിയല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് മാർക്കറ്റ് ഒക്കെ ഉണ്ട്, ഈ ഫിഷ് മാർക്കറ്റ് കൂടാതെ. അപ്പൊ അവിടേക്ക് നമ്മൾ കയറുന്നുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമയപരിധി കൊണ്ടാണ് ഇത് ഫുള്ള് ഉൾപ്പെടുത്താത്തത്. ഇനി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ടുള്ള ഞങ്ങളുടെ പാചകവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.